السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. أولئك الذين أنعم الله عليهم من النبيين من ذرية آدم وممن حملنا مع نوح ومن ذرية إبراهيم وإسرائيل وممن هدينا واجتبينا. إذا تتلى عليهم آيات الرحمن خروا سجدا وبكيا. إمام له عدل ومن في عبادة نشا بالتقى لله لا بضلال. ومن قلبه يهوي المساجد دائما تعلقه فيها بغير زوال. وشخصان في الله الكريم تحاببا بحال افتراق منهما ووصال. وإني أخاف الله من قال عندما دعت ذات عال منصب وجمال. ومصدق أخفى التصدق لم يكن بما أنفقت يمناه علم شمال. ومن ذكر الرب المهيمن خاليا ففاضت به عيناه خوف نكالي. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൗഭാഗ്യത്തിന് അർഹരാകുന്ന സത്യവിശ്വാസികളായ ആളുകൾ മഹ്ശറിൽ അവർക്ക് അല്ലാഹു നൽകുന്ന പ്രത്യേകമായ തണലും സൗഭാഗ്യവുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച കൂട്ടത്തിൽ അതിനർഹരാകുന്ന ആളുകളെയാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച് തന്ന 7 ആളുകളെ, അതിൽ 6 ആളുകളെയും 6 വിഭാഗത്തെയും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചു. ആ ഹദീസിൽ പറഞ്ഞ 7ാമത്തെ വിഭാഗത്തെയാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ പ്രത്യേകമായ തണലും അവന്റെ കാരുണ്യവുമൊക്കെ മഹ്ശറിൽ ലഭിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വലിയ മഹത്തായ തണലിന്റെ അവകാശിയായി പറഞ്ഞ മറ്റൊരു വിഭാഗം ആളുകൾ, റജുലുൻ, ഒരാൾ, ദക്കറല്ലാഹ ഖാലിയൻ, ഒഴിഞ്ഞിരുന്നു കൊണ്ടയാൾ അല്ലാഹുവിനെ ഓർക്കുകയാണ്, അല്ലാഹുവിനെ ദിക്ർ ചെയ്യുകയാണ് ഒഴിഞ്ഞിരുന്നു കൊണ്ട്. ഫഫാദത്ത് ഐനാഹു, അപ്പോൾ അദ്ദേഹത്തിന്റെ ഇരു കണ്ണുകളും നിറഞ്ഞൊഴുകുന്നു. അള്ളാഹുവിനെ ഒറ്റക്കിരുന്നു കൊണ്ട് ഓർക്കുന്ന സന്ദർഭത്തിൽ
ഇരു കണ്ണുകളും നിറഞ്ഞൊഴുകുന്ന കണ്ണുനീര് വരുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർ ഭാഗ്യവാന്മാരാണ്. അവർക്ക് അള്ളാഹുവിന്റെ പ്രത്യേകം സജ്ജമാക്കിയ തണലിനവർ അർഹരാണ്. ഒരു തണലുമില്ലാത്ത ദിവസം മഹ്ശറിൽ അവർക്ക് റബ്ബുൽ ആലമീൻ തണലിട്ട് കൊടുക്കുന്നതാണ് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ, ഈ വചനത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. 3 കാര്യങ്ങളാണ് പ്രിയമുള്ളവരെ ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. ഇദ്ദേഹത്തിന് ഈ പദവിക്ക് അർഹനായി തീരാൻ, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക്, അത് ആണാവട്ടെ പെണ്ണാവട്ടെ ആരായിരുന്നാലും, ഏത് വ്യക്തിയായിരുന്നാലും അള്ളാഹുവിന്റെ അടുക്കൽ ഈ ഉന്നതമായ സ്ഥാനത്തിന് അയാളെ യോഗ്യനാക്കുന്നത് 3 കാരണങ്ങളാണ്. ഒന്ന്, അയാൾ അള്ളാഹിനെ ഓർക്കുന്നയാളാണ്. ഖാന മിനൽ ദാക്കിരീൻ, അള്ളാഹുവിനെ അയാൾ ഓർക്കുന്നു. ദിക്റുകളിൽ അയാൾ ഇടവിടാതെ പടച്ച റബ്ബിനെ എങ്ങനെയാണ് ഓർക്കേണ്ടത് അതേ രൂപത്തിൽ അദ്ദേഹം പടച്ച റബ്ബിനെ ഓർക്കുന്നയാളാണ്. രണ്ടാമത്തെ ഗുണം പറഞ്ഞത്, അയാൾ ഒറ്റക്കിരിക്കും, ജനങ്ങളിൽ നിന്നകന്ന് ഒഴിഞ്ഞ് അല്പനേരം തന്റെ റബ്ബുമായുള്ള ആ ഒരു പ്രത്യേകമായി തന്റെ മനസ്സിന്റെ വേദനകളും പ്രയാസങ്ങളും ഒക്കെ പറയാൻ ഒഴിഞ്ഞിരിക്കുന്നയാളാണ്. മൂന്നാമത്തെ കാരണം പറഞ്ഞത്, അത് കാരണം തന്നെ അയാളുടെ കണ്ണുനീര് ധാരധാരയായി ഒഴുകുന്നു, കരയാൻ അയാൾക്ക് സാധിക്കുന്നു. അപ്പൊ അള്ളാഹുവിനെ ഓർക്കുകയും അത് തന്നെ ഒറ്റക്കിരുന്നു കൊണ്ടാവുകയും അത് തന്നെ കണ്ണുനീര് പൊഴിച്ചുകൊണ്ടാവുകയും ചെയ്യുമ്പോൾ അത്യപൂർവമായ ഒരു സൗഭാഗ്യത്താണ് അദ്ദേഹം വിധേയനാകുന്നത്, അദ്ദേഹം അവകാശിയാകുന്നത്. നമുക്കറിയാം, പരിശുദ്ധ ഖുർആൻ വളരെ പ്രത്യേകമായി തന്നെ എടുത്തു പറഞ്ഞൊരു കാര്യമാണ് അള്ളാഹുവിനെ ഓർക്കൽ നമുക്ക് നിർബന്ധമാണെന്ന്. ഖുർആൻ പ്രഖ്യാപിച്ചതും നിർദ്ദേശിച്ചതുമായ സംഗതിയാണ്. യാ അയ്യുഹല്ലദീന ആമനു ദുകുറുല്ലാഹ ദിക്റൻ കസീറാ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീലാ. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണം. ദിക്റൻ കസീറാ, ധാരാളം ഓർക്കണം. ആ പരിധിയൊന്നും പറഞ്ഞില്ല. ധാരാളം നിങ്ങൾ അള്ളാഹിനെ ഓർക്കണം, കമ്മി വരുത്തരുത്, കുറവ് വരുത്തരുത്. പ്രത്യേകിച്ച് വസബ്ബിഹൂഹു, നിങ്ങൾ അവനെ വാഴ്ത്തിക്കൊണ്ടിരിക്കണം, അവനെ പരിശുദ്ധപ്പെടുത്തിക്കൊണ്ടിരിക്കണം. ബുക്റതൻ വഅസീലാ, പ്രഭാതത്തിലും പ്രദോഷത്തിലും. അപ്പൊ രാവിലെയും വൈകുന്നേരവും പ്രത്യേകമായി അവനെ വാഴ്ത്തുന്നതിന്റെ പുറമേ ധാരാളം അള്ളാഹുവിനെ നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കണം, അവനെ നിങ്ങൾ ധാരാളമായി സ്മരിക്കണേ എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു. അത് നിന്നുകൊണ്ടോ ഇരുന്നു കൊണ്ടോ കിടന്നുകൊണ്ടോ ഏത് നിലക്കായിരുന്നാലും ഫദ്കുറുല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിക്കും, നിന്നും ഇരുന്നും കിടന്നുകൊണ്ടുമൊക്കെ നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കൂ. അതേ, ഇന്ന് നിങ്ങൾ ഖുതുബയിൽ ശ്രവിച്ചില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ രാത്രിയിൽ എഴുന്നേറ്റാൽ ഓതാറുള്ള സൂറത്ത് ആലി ഇമ്രാനിന്റെ അവസാന ഭാഗത്ത് വന്ന ആയത്തിൽ ആകാശഭൂമികളെ കുറിച്ച്, രാപ്പകലുകളുടെ വ്യത്യാസങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കുന്ന മഹാന്മാര് അവരെ അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, അവര് നിന്നും ഇരുന്നും കിടന്നുകൊണ്ടുമൊക്കെ അള്ളാഹുവിനെ സദാ ഓർക്കുന്നവരാണെന്ന് പറഞ്ഞില്ലേ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ കുറിച്ച് സഹാബിമാര് പറയുന്നു, ആയിഷ റളിയല്ലാഹു അൻഹ അടക്കമുള്ള അവിടുത്തെ ഭാര്യമാരും പറയുന്നു, കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂൽ യദ്കുറുല്ലാഹ അലാ കുല്ലി അഹ്യാനിഹി, അവിടുത്തെ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ സ്മരിക്കാറുണ്ട്, ഓർക്കാറുണ്ട്. നമുക്കറിയാം, രാവിലെ ഉറക്കം എഴുന്നേറ്റ ഉടനെ ദിക്റുണ്ട്, ഉറങ്ങുന്ന നേരത്തുണ്ട്. അതേ, നമ്മുടെ ദിനചര്യകൾ നിർവഹിക്കാൻ വേണ്ടി ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുന്ന നേരത്ത്, പുറത്ത് കിടക്കുന്ന നേരത്ത്, അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന നേരത്ത്, കഴിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം, വസ്ത്രം മാറുന്ന നേരത്ത്, വസ്ത്രം ധരിക്കുന്ന നേരത്ത്, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും പുറപ്പെടുമ്പോഴും അങ്ങോട്ട് പ്രവേശിക്കുമ്പോഴുമൊക്കെ, അതുപോലെ തന്നെ തന്റെ സ്വകാര്യമായ നിമിഷങ്ങളിൽ തന്റെ ഇണയോടുകൂടി പങ്കിടുന്ന സന്ദർഭം വരെ ദിക്റുള്ള കൊണ്ട് അലങ്കൃതമായിരിക്കണം നിങ്ങളുടെ ജീവിതം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അത് നമ്മുടെ വീടുകളിൽ ഉണ്ടാകണമെന്നും, വീടുകളിൽ ദിക്റുകളില്ലാത്ത വീടുകളായി കഴിഞ്ഞാൽ അത് ശവത്തിന് തുല്യമാണ്, മഖബറകൾക്ക് തുല്യമാണ്. മസലുൽ ബൈത്തില്ലദീ യുദ്കറുല്ലാഹു ഫീഹി വൽ ബൈത്തില്ലദീ ലാ യുദ്കറുല്ലാഹു ഫീഹി മസലുൽ ഹയ്യി വൽ മയ്യിത്തി, അല്ലാഹുവിനെ ശരിക്കും ഓർക്കുന്ന വീടുകൾ, പടച്ച റബ്ബിനെ കുറിച്ചുള്ള സ്മരണ നിറഞ്ഞു നിൽക്കുന്ന വീടുകൾ,
അങ്ങനെ റബ്ബിനെ കുറിച്ചുള്ള ഒരോർമ്മയും ചിന്തയുമില്ലാതെ ഇബ്ലീസിന്റെ വിളയാട്ടം നടക്കുന്ന വീടുകളുടെയും ഉപമ സലുൽ ഹയ്യി വൽ മയ്യിത്തി, ജീവിച്ചിരിക്കുന്ന മനുഷ്യനെ പോലെയാണ് ദിക്റുള്ള വീടുകൾ, മയ്യിത്തായ ശവത്തിന് തുല്യമാണ് അതില്ലാത്ത വീടുകൾ. സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനിയും ധാരാളം അതിന്റെ പ്രത്യേകതകൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. ഖുർആനതാ സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള അതേ പാപമോചനവും വമ്പിച്ച പ്രതിഫലവും അല്ലാഹു റബ്ബുൽ ആലമീൻ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആളുകളെ പറഞ്ഞപ്പോൾ അതാണാവട്ടെ പെണ്ണാവട്ടെ അല്ല പറഞ്ഞിട്ടുള്ളത് വദ്ദാകിരീനല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്, അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുന്ന പുരുഷന്മാര്, അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുന്ന സ്ത്രീകൾ. രണ്ട് വിഭാഗത്തിനും ഇത് ലിംഗഭേദമില്ലാത്തത്ര ബാധകമാണ്. അത് അല്ലാഹുവിനെ ഓർക്കുമ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിൽ റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മ പല നിലക്കുണ്ടാകാം. പല സന്ദർഭങ്ങളിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ മനസ്സിലുണ്ടാകും. പരിശുദ്ധ ഖുർആൻ ഓതുന്നത് കൊണ്ട്, ഖുർആൻ ഓതുന്നതിലൂടെ നമുക്ക് അല്ലാഹുവിനെ പറ്റിയുള്ള ഓർമ്മ വരും. അതിലായത്തുകൾ ഓതുകയാണ്, അത് നമ്മൾ കേൾക്കുകയാണ്. അതേ സ്വർഗത്തെ കുറിച്ച് കേൾക്കുകയാണ്, നരകത്തെ കുറിച്ച് കേൾക്കുകയാണ്. അതുപോലെ തന്നെ ഈ പണ്ഡിതന്മാര് പറയുന്നു, തസ്ബീഹ് ചൊല്ലുന്ന നേരത്ത്, അൽഹംദുലില്ലാ പറയുന്ന നേരത്ത്, അല്ലാഹുവിനോട് ദുആ ഇരക്കുന്ന നേരത്ത്, അവനവന്റെ പാപങ്ങളെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുന്ന നേരത്ത്, അവനോടതെല്ലാം ഏറ്റുപറഞ്ഞുകൊണ്ട് കേരിച്ചു മടങ്ങുന്ന നേരത്ത്, പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ് വലം യുസിറൂ അലാ മാ ഫഅലൂ വഹും യഅലമൂൻ. സത്യവിശ്വാസികളുടെ ഗുണം പറയുകയാണ്. അവര് ഒരു പാപം അവരിൽ വന്നുപോയാൽ, അല്ലെങ്കിൽ പാപം ചെയ്യാന്ന് പറഞ്ഞ മനുഷ്യൻ അവനോട് തന്നെ അക്രമം കാണിക്കല, ആ നിലക്കൊരു അക്രമം പ്രവർത്തിച്ചു എന്ന് ബോധ്യമായാൽ ദക്കറുള്ള, അവർ അല്ലാഹുവിനെ ഓർക്കുകയാണ്. അവിടെ ദക്കറുള്ള എന്ന് പറഞ്ഞാൽ എന്താണ്? മുഫസ്സിരീങ്ങൾ പറയുന്നു, ദക്കറൂഹു ബിൽ ഖൗഫി മിൻ ഇഖാബിഹി വൽ ഹയാഇ മിൻഹു. അല്ലാഹ് നിന്നോട് ഞാൻ എതിരി ചെയ്തല്ലോ, നിന്നെ കുറിച്ചുള്ള എതിരി ഞാൻ പ്രവർത്തിച്ചല്ലോ, നിന്നോട് ഞാൻ എതിരി ചെയ്തല്ലോ എന്ന് ഓർമ്മ വരുന്നു. അല്ലാഹുവിന്റെ ശിക്ഷയെ അവൻ ഓർമ്മ വരുന്നു. അല്ലാഹുവിന്റെ ശിക്ഷയുടെ ഗൗരവം അവന്റെ മനസ്സിൽ ഭയത്തോടുകൂടെ മിന്നിമറയുന്നു. ലഹാഖ് റഹിമഹുല്ല വിശദീകരിച്ചത് ദക്കറുൽ അർളൽ അക്ബർ അലല്ലാഹ്, പടച്ചവന്റെ കോടതിയിൽ പോയി നിൽക്കണമല്ലോ, അവിടെ ഇതെല്ലാം പരസ്യമാക്കപ്പെടുമല്ലോ എന്ന ആ വിചാരണയാണ് ഓർക്കുന്നത്. ഏതോ ആകട്ടെ, അങ്ങനെ ഓർക്കുന്ന ഘട്ടത്തിൽ അവരുടെ പാപങ്ങളിൽ നിന്ന് അവർ പൊറുക്കലിനെ റബ്ബിനോട് തേടുകയാണ്. പാപം പൊറുക്കാൻ അല്ലാഹുവല്ലാതെ ആരാ ഉള്ളത്? അതുകൊണ്ട് അവർ റബ്ബിനോട് മാത്രമാണ് തേടുന്നത്. വലം യുസിറൂ അലാ മാ ഫഅലൂ വഹും യഅലമൂൻ. അറിയുന്നവരായിരിക്കെ ചെയ്ത തെറ്റിൽ അവർ നിലനിൽക്കുകയില്ല. അപ്പൊ സത്യവിശ്വാസികളായ ആളുകൾ അവര് അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുകയാണ്. ആ ഓർമ്മ വിവിധങ്ങളായ രൂപത്തിൽ അവരുടെ ചിന്തകളിൽ കടന്നു വരും. അങ്ങനെ ചിന്തകളിൽ കടന്നു വരുമ്പോൾ അവൻ കരയുന്നു. കരയാൻ അവന് സാധിക്കുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, അത് വലിയൊരു സൗഭാഗ്യമാണ്. കരയൽ എന്ന് പറയുന്നത് പല നിലക്കുണ്ടാകും. മനുഷ്യൻ പരസ്യമായി മനുഷ്യന് കരച്ചിൽ വരും, സ്വകാര്യമായും കരച്ചിൽ വരും. ഒരാൾ പരസ്യമായി കരയുന്നു എന്ന് വന്നാൽ അത് മുഴുവൻ കാപട്യമാണെന്നൊന്നും വിലയിരുത്തേണ്ടതില്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കരയൽ ഏത് സന്ദർഭത്തിലും വരാം. പരസ്യമായും കരഞ്ഞേക്കാം, രഹസ്യമായും കരഞ്ഞേക്കാം. എന്നാൽ ഇസ്ലാം പറയുന്നത് അത് ഈമാനോടുകൂടെയാണോ, സത്യസന്ധമാണോ, റിയാ ഇല്ലാതെയാണോ, ഒരാളെയും കാണിക്കാനല്ലാതെ ഒരാളുടെ മനസ്സിൽ നിന്ന് വന്നത്, അത് സ്വകാര്യമാവട്ടെ പരസ്യമാവട്ടെ, അല്ലാഹുവിന്റെ അടുക്കൽ ആ കണ്ണുനീരിന് വലിയ വിലയുണ്ട്. അതേ അവസരത്തിലതാ അത് സ്വകാര്യമായിട്ടാക്കലാണ് ഏറ്റവും വേണ്ടത്. അതിനാണ് ഏറ്റവും പുണ്യമുള്ളത്, അതിനാണ് ഏറ്റവും സ്ഥാനമുള്ളത്. അതാണ് ഇവിടെ ഈ ഹദീസിൽ പറയുന്നത്. ഒറ്റക്കിരുന്ന് പടച്ച റബ്ബിനെ കുറിച്ച് ഓർത്തപ്പോൾ അവന്റെ ഇരു കണ്ണുകളും നിറഞ്ഞൊഴുകുന്നു. സഹോദരന്മാരെ, നമ്മുടെ കാര്യം നമ്മൾ ആലോചിക്കണം.
മഹാന്മാരായ പണ്ഡിതന്മാരതായി കണ്ണുനീരിനെയും കരയലിനെയുമൊക്കെ ഒരുപാട് വിഭാഗങ്ങളായി തരം തിരിച്ചിട്ടുണ്ട്. ഒരുപാട് നിലക്കുള്ള കണ്ണുനീരുകളും കരയലുകളുമുണ്ട്. അതിൽപ്പെട്ട ഒരു കരച്ചിലാണ് പണ്ഡിതന്മാര് പറയുന്നു ബുക്കാഉൽ ഖൗഫി വൽ ഖശിയ. പേടിച്ചിട്ട് മനുഷ്യൻ കരയും. ഇതിനെ കുറിച്ചെങ്കിലും ഓർത്ത് പേടിച്ചു ഭയപ്പെട്ടുകൊണ്ട് കരയും. രണ്ടാമത്തെ ഒരു കരച്ചിലുണ്ട്, അത് ബുക്കാഉർ റഹ്മത്തി വരിഖ. പേടിച്ചിട്ടല്ല, ആ കരയൽ എന്താണ്? തന്റെ മനസ്സിൽ നിന്നുണ്ടാകുന്ന കരുണയുടെ കരച്ചിലാണ്, മനസ്സിന്റെ ലോലതയുടെ ലക്ഷണമാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ തന്റെ കുഞ്ഞ് മരണപ്പെടുന്ന സന്ദർഭത്തിൽ അവിടുന്ന് കരഞ്ഞല്ലോ. കരുണയുടെ കണ്ണുനീരാണത്. ബുക്കാഉൽ മഹബ്ബത്തി വശൗഖി. ഒരാളോട് ഇഷ്ടം തോന്നുമ്പോൾ സ്നേഹം കൊണ്ട് കരയും. അതുപോലെ തന്നെ ബുക്കാഉൽ ഫറഹി വസ്സുറൂർ. സന്തോഷം വരുമ്പോ മനുഷ്യൻ കരയാറുണ്ട്. ആനന്ദാശ്രു, സന്തോഷ കണ്ണീരെന്നാണ് അതിനൊക്കെ പറയാറുള്ളത്. അതുപോലെ മറ്റൊരു കരച്ചിലുണ്ട്, ബുക്കാഉൽ ജസഇ മിൻ വുറൂദിൽ അലമി വഅദമി ഇഹ്തിമാലിഹി. വല്ലാത്ത രൂപത്തിലുള്ള ക്ഷമകേട് കൊണ്ട് മനുഷ്യൻ കരയും. ഇതുപോലെ രോഗം ബാധിച്ചു, ശരീരത്തിന്റെ അവിടെവിടെയായി വല്ലാത്ത വേദനയാണ്, അവന് സഹിക്കാനാകുന്നില്ല. വേദന സഹിക്കാതെ ക്ഷമകേട് കൊണ്ട് മനുഷ്യൻ കരയാറുണ്ട്. ബുക്കാഉൽ ഹുസ്നി, ദുഃഖവും സങ്കടവും കൊണ്ട് മനുഷ്യൻ കരയാറുണ്ട്. അതുപോലെ തന്നെ ബുക്കാഉൻ നിഫാഖ്, കാപട്യത്തിന്റെ കള്ളക്കണ്ണീരും മനുഷ്യന് വരാറുണ്ട്. അതേ പണ്ഡിതന്മാർ ഉദാഹരണം പറയുന്നു. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹോദരന്മാര് മഹാനായ യൂസുഫ് അലൈഹി സ്വലാമിനെ കിണറ്റിൽ കൊണ്ടുപോയി തള്ളിയിട്ടിട്ട് അതേ തങ്ങളുടെ സഹോദരനെ ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വാപ്പയുടെ മുമ്പിലേക്ക് വരുന്ന രംഗത്തെ കുറിച്ച് ഖുർആൻ പറയുന്നത്, വജാഊ അബാഹും ഇശാഅൻ യബ്കൂൻ. അതാ സന്ധ്യാനേരത്തവർ വാപ്പയുടെ അടുത്തേക്ക് മക്കളൊക്കെ കൂടി കയറി വരുന്നു. യബ്കൂന, കരഞ്ഞുകൊണ്ട്. യൂസുഫിനെ ചെന്നായ പിടിച്ചല്ലോ എന്ന് മനസ്സിലതാ കാപട്യം ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് പുറമേക്ക് കണ്ണുനീര് ഒഴിക്കുന്ന കള്ളക്കണ്ണീരും നിഫാഖിന്റെ കണ്ണുനീരുമുണ്ട്. വേറെ ചില കണ്ണുനീരുമുണ്ട്, ജാഹിലിയ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ബുക്കാഉൽ മുസ്തആർ, വാടകക്കെടുക്കുന്നവന്റെ കണ്ണുനീര്. കാശ് കൊടുത്തിട്ട് മരിച്ച വീട്ടിലെ ആൾക്കാരെ അനൗൺസ് ചെയ്യിപ്പിക്കും ജാഹിലിയ്യ കാലത്ത്. എന്നിട്ട് അയാൾ ഭയങ്കര സങ്കടം കൊണ്ട് ഇങ്ങനെ കരയും. ഓരോ അങ്ങാടിയിലൊക്കെ ചെന്നിട്ട് ഇന്നാള് മരിച്ചു, ഇന്നാള് മരിച്ചു എന്നൊക്കെ പറഞ്ഞ അയാൾക്കൊരു ദുഃഖമൊന്നുമില്ല. ഇയാൾ വാടകക്കരയലുകാരനാണ്. അപ്പൊ ആ രൂപത്തിൽ വാടകക്ക് വേണ്ടി കരയുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബുക്കാഉൽ മുവാഫഖ, മുവാഫഖത്തിന്റെ കരച്ചിൽ. അതെന്താണ് ആ കരച്ചിൽ? പണ്ഡിതന്മാര് പറയുന്നു, അൻയറ റജുലുൻ നാസ. ഒരാളതാ ഒരു കൂട്ടം ആളുകളുടെ കൂട്ടത്തിൽ ചെന്നപ്പോൾ അവരൊക്കെ കരയുന്നത് കാണുന്നു. ലിയംരിൻ, എന്തോ കാര്യത്തിന് അവരിങ്ങനെ കരയുന്നു. ഫയബ്കി മഅഹും, ഇയാളും അവരുടെ കൂടെ കൂടി കരയുന്നു. വലാ യദ്രി, ഈ ചെന്ന മനുഷ്യൻ അറിയില്ല, ലിഅയ്യിശൈഇൻ യബ്കൂന, എന്തിനാ അവര് കരയുന്നത്, എന്തിനാ അവര് കരയുന്നതൊന്നും അറിയാതെ. എല്ലാരും കരയുമ്പോൾ ഒരു പ്രത്യേകമായ മാനസികാവസ്ഥ കൊണ്ടൊരു കൂട്ടക്കരച്ചിൽ വരും. ഇങ്ങനെ കണ്ണുനീരുകളും കരയലുകളും ഒരുപാടുണ്ട്. ഇസ്ലാം പറയുന്ന പുണ്യകരമായ കണ്ണുനീരെന്ന് പറയുന്നത് പടച്ചവനെ ഓർത്തുകൊണ്ട് വരുന്ന കണ്ണുനീര് പുണ്യമുള്ള കണ്ണുനീരാണ്. അതല്ലേ ഖുർആൻ പറയുന്നത്? ഈമാനിന്റെ ലക്ഷണം പറഞ്ഞിടത്ത് ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും. സത്യവിശ്വാസികൾ എന്ന് പറയുന്നത് താഴെ പറയുന്ന ഈ ഭാഗം മാത്രമാണ്. ഇദാ ദുകിറല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ അത് അവർക്ക് സ്വന്തം ഓർമ്മ വന്നാലും ശരി, മറ്റൊരാൾ ഓർമ്മപ്പെടുത്തിയതാണെങ്കിലും ശരി, പടച്ച റബ്ബിനെ കുറിച്ച് പറയപ്പെട്ടു കഴിഞ്ഞാൽ അതേ വജിലത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ പേടിച്ചു വിറക്കുന്നു. ആ പേടിയാണ്, ആ പേടി നിമിത്തമായിട്ടാണ് അവരിൽ നിന്ന് കണ്ണുനീര് വരുന്നത്. മഹാന്മാരായ പ്രവാചകന്മാരെ കുറിച്ച് അല്ലാഹു പറയുന്നിടത്ത് നോക്കൂ, ഉലൈകല്ലദീന അൻഅമല്ലാഹു അലൈഹിം. മേൽ പറയപ്പെട്ട കുറെ ആളുകളെ മഹാന്മാരെ പറഞ്ഞു. അവരൊക്കെ അള്ളാന്റെ അനുഗ്രഹം കിട്ടിയ മഹാന്മാരാണ്, നബിമാര്. അതുപോലെ തന്നെ കുറെ ആളുകളെ കുറിച്ച് പറഞ്ഞു, നബിമാരെ കുറിച്ച്, ആദം സന്തതികളെ കുറിച്ച് പറഞ്ഞു, നൂഹ് അലൈഹിസ്സലാമിന്റെ കൂടെ കപ്പലിൽ കയറപ്പെട്ടവരെ കുറിച്ച് പറഞ്ഞു, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ സന്തതികളെ കുറിച്ച് പറഞ്ഞു, ഇസ്രായേൽ മക്കളെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ അവരിൽ അള്ളാഹുവിന്റെ ഹിദായത്തിന് ഭാഗ്യം കിട്ടിയ ആളുകളെയും പടച്ച റബ്ബ് പ്രത്യേകമായി തെരഞ്ഞെടുത്ത ആളുകളെയും ഒക്കെ പറഞ്ഞപ്പോൾ അല്ലാഹ് അവരുടെ ഗുണമായി കൊണ്ട് പറയുന്നു,
ഇദാ തുത്ല അലൈഹിം ആയാതുർ റഹ്മാൻ, പരമകാരുണികന്റെ വചനങ്ങൾ അവരിൽ പാരായണം ചെയ്ത് കേൾപ്പിക്കപ്പെട്ടാൽ ഖർറൂ സുജ്ജദം വബുകിയാ, അവരെ കരയുന്നവരായ നിലക്ക് സുജൂദിൽ വീഴുന്നു. അപ്പൊ കരയൽ എന്നുള്ളത് മഹാന്മാരുടെ ഒരു ലക്ഷണമാണ്. മഹാന്മാർക്ക് അതിന് സാധിക്കുകയുള്ളൂ. ഖുർആനിനെ പറ്റി പറഞ്ഞിടത്തും അല്ലാഹ് പറയുന്നു, വഖുർആനൻ ഫറഖ്നാഹു ലിതഖറഅഹു വലന്നാസി അലാ മുക്സിൻ വനസ്സൽനാഹു തൻസീലാ. ഖുർആൻ ഒറ്റയടിക്ക് ഇങ്ങോട്ട് ഇറങ്ങാതെ പ്രത്യേകം സന്ദർഭങ്ങളിൽ കുറേശ്ശെയായി റബ്ബ് ഇറക്കി തന്നത് എന്തിനാണ്? നീ ജനങ്ങൾക്ക് സാവകാശത്തോടെ അത് ഓതിക്കൊടുക്കാനാണ്. അതെ, എന്നിട്ടവരോട് പറയൂ നബിയേ, ഖുൽ ആമിനൂ ബിഹി ഔ ലാ തുഅ്മിനൂ الذين أوتوا العلم من قبله إذا يتلى عليهم يخرون للأذقان سجدا ويقولون سبحان ربنا إن كان وعد ربنا لمفعولا. ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ മുമ്പും എപ്പോഴും മഹാന്മാരുടെ പതിവെന്താണ്? അവര് സുജൂദിൽ വീഴുന്നു, റബ്ബിനെ വാഴ്ത്തുന്നു. വയഖിറൂന ലിൽഅദ്ഖാനി യബ്കൂൻ, അവര് ധാരാളമായി കരയുന്നു. വയസീദുഹും ഖുശൂആ, അവരുടെ ഭയഭക്തി അങ്ങനെ വർദ്ധിക്കുകയും ചെയ്യുന്നു. പടച്ചറബ് അവർക്ക് ഭയഭക്തി ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊടുക്കും, അവരുടെ ഭയഭക്തി അതിലൂടെ വർദ്ധിക്കും എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. എന്താ ഇവിടെയൊക്കെ ഈ കരയലിന്റെ ഒക്കെ? നമ്മളൊക്കെ ദുനിയാവിൽ പല കാര്യത്തിനും വേണ്ടി കരയാറുണ്ട്. ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി കരയാൻ നമ്മളോട് ആരും പറയണ്ട. അത് പ്രകൃതിയാ നമുക്കുണ്ടാകും. സങ്കടം വരുമ്പോൾ നമ്മൾ കരയും. നാട്ടിൽ നിന്നൊരു വിവരം കിട്ടി കരയും. രോഗികളെ കാണുമ്പോൾ കരയും. ഒരു അപകടകര രംഗം കണ്ടു കരയും. ഒരു രക്തരൂക്ഷിതമായ ഒരു വലിയ ദുരന്തം കണ്ടു, ഏത് കല്ല് പോലത്തെ മനുഷ്യനും കരയും. അതുപോലെ തന്നെ ദുരന്തങ്ങള്, അതുപോലെ പ്രയാസങ്ങള്, പരീക്ഷണങ്ങള്, രോഗങ്ങള്, കഷ്ടപ്പാടുകള്, ബുദ്ധിമുട്ടുകള്, ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ ഒട്ടേറെ പ്രതിസന്ധികളിൽ നമ്മൾ കരഞ്ഞിട്ടുണ്ട്, കരയുന്നു. പക്ഷേ അല്ലാഹുവിന്റെ അടുക്കൽ പുണ്യകരമാകുന്ന കണ്ണുനീര്, അത് അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ യലിജുന്നാർ, നരകത്തിൽ പ്രവേശിക്കൂല റജുലുൻ, ഒരാള് ബകാ മിൻ ഖശിയത്തില്ലാ, അല്ലാഹുവിനെ പേടിച്ച് കരഞ്ഞ മനുഷ്യൻ നരകത്തിൽ പോവില്ല. ഹത്താ യഊദൽ ലബനു ഫിൽ ദർഇ, അതേ മൃഗത്തിന്റെ അകിട്ടിൽ നിന്ന് കറന്നെടുത്ത പാല് ആ അകിട്ടിലേക്ക് തിരിച്ചു ചെല്ലുന്നത് വരെ അത് സംഭവിക്കുന്നതാണോ? ഒരു മൃഗത്തിന്റെ, ഒരു പശുവിന്റെ, ഒരു ആട്ടിന്റെ അകിടിൽ നിന്ന് നമ്മൾ കറന്നെടുത്ത ഒരു പാല് ഇനി അതിലേക്ക് ഒരു കാലത്തും ഇനി അങ്ങോട്ട് അകിട്ടിലേക്ക് തിരിച്ചു കയറ്റാൻ പറ്റുമോ? മടങ്ങില്ലല്ലോ. ഇതുപോലെയാണ് റബ്ബുൽ ആലമീൻ ഉപമിച്ചത്. അല്ലാഹുവിനെ ഓർത്ത് പേടിച്ച് കരഞ്ഞ മനുഷ്യൻ ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കുന്നതല്ല. വലാ യജ്തമിഉ ഗുബാറുൻ ഫീ സബീലില്ലാഹി വദുഖാനു ജഹന്നം, അള്ളാന്റെ മാർഗത്തിൽ ഒരൽപ്പം പൊടി ശരീരത്തിൽ പുരണ്ടിട്ടുണ്ടെങ്കിൽ റബ്ബിന്റെ മാർഗത്തിൽ പുരണ്ട പൊടിയും ജഹന്നമിന്റെ പുകയും തമ്മിൽ യോജിക്കൂല. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണാം. അവിടെയൊക്കെ പറയുന്നത് ഖശിയത്തുല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം, ആ ഭയത്താൽ കരയുകയാണ്. ഇനിയും നബി തങ്ങൾ പറയുന്നു, ഐനാനി, രണ്ട് കണ്ണുകൾ, ലാ തമസ്സുഹുമന്നാർ, നരകത്തി ആ കണ്ണുകളെ സ്പർശിക്കൂല എന്ന് പറഞ്ഞാൽ അവിടെ കണ്ണിനെ മാത്രം സ്പർശിക്കൂല എന്നല്ല, അവിടെ ഒരു ഭാഗം പറഞ്ഞ് മുഴുവൻ ഉദ്ദേശിക്കുന്ന ആലങ്കാരിക അറബി ഭാഷയിലെ ശൈലിയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ഭാഗം പറഞ്ഞിട്ട് മുഴുവൻ ഉദ്ദേശിക്കുന്ന ഒരു അലങ്കാര ശൈലി അറബി ഭാഷയിലുണ്ട്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ കണ്ണ് നരകത്തിൽ സ്പർശിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ നരകത്തിൽ സ്പർശിക്കൂല. എങ്ങനത്തെ വ്യക്തിയാണത്? ഐനുൻ ബക്കത്ത് മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹുവിനെ പേടിച്ച് കരഞ്ഞ കണ്ണ്, അത് നരകത്തിൽ സ്പർശിക്കൂല. വഐനുൻ ബാതത് തഹറുസു ഫീ സബീലില്ലാഹി, അല്ലാഹുവിന്റെ മാർഗത്തിൽ കാവൽ നിന്നുകൊണ്ട് ഉറക്കമിളച്ച കണ്ണിനെയും ആ മനുഷ്യനെയും നരകത്തിൽ സ്പർശിക്കൂല.
ഇനിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹനെ ഓർത്ത് കരയുന്നതിന്റെ മഹത്വമാ പറയുന്നത്. ഇതെല്ലാവർക്കും കഴിയുന്ന സംഗതിയല്ല. ലൈസ ശൈഉൻ അഹബ്ബ ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഗതിയുമില്ല. മിൻ ഖുത്രതൈൻ, രണ്ട് തുള്ളികളേക്കാൾ, രണ്ട് തരം തുള്ളികൾ പടച്ചവന് ഏറെ ഇഷ്ടപ്പെട്ട തുള്ളികളാണ്. ഒന്നാമത്തെ തുള്ളി ഖുത്രത്തും മിൻ ദുമൂഇൻ ഫീ ഖശിയത്തില്ലാഹ്, പടച്ചവനെ പേടിച്ചിട്ട് വരുന്ന കണ്ണുനീർ തുള്ളി. രണ്ടാമത്തത് വഖുത്രത്തു ദമിൻ തുഹ്റാഖു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ പോരാടിയപ്പോൾ ചിന്തപ്പെട്ട രക്തത്തുള്ളി. ഇതിന് സമാനമായ മറ്റൊന്നില്ല. ഇത് രണ്ടും പടച്ചവന് ഏറെ ഇഷ്ടപ്പെട്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. തിർമിദിയിൽ നമുക്കത് കാണാൻ സാധിക്കും. ഈ നിലക്ക് അമ്പിയാക്കളും മഹത്തുക്കളൊക്കെ അവരുടെ ജീവിതത്തിൽ ധാരാളം കരഞ്ഞിട്ടുണ്ട്. എന്തിനു വേണ്ടി കരഞ്ഞു? അള്ളാഹ്ക്ക് വേണ്ടി. നമ്മളോ അള്ളാഹ്ക്ക് വേണ്ടി തീരെ കരഞ്ഞിട്ടില്ല, വേറെ പലതിനും കരഞ്ഞിട്ടുണ്ട്. നമ്മളും അവരായിട്ടുള്ള വ്യത്യാസമാണ്. നമ്മളും അവരുമായിട്ടുള്ള വ്യത്യാസമാണത്, ചിന്തിക്കണം. അതേ, ഇന്ന് നമ്മൾ എന്ത് കേട്ടാലും നമുക്ക് കരയൽ വരുന്നില്ല. ഒറ്റക്കിരുന്നാൽ ഒട്ടും വരുന്നില്ല. ഒറ്റക്കിരുന്നാലുമില്ല, കൂട്ടത്തിലുമില്ല. കാരണം കൽബ് കടുത്തുറച്ചു പോയി. കൽബ് കടുത്തുറച്ചു പോയിരിക്കുകയാണ്. അതിലേക്ക് ഇനി എന്ത് പറഞ്ഞാലും ഒരു കുലുക്കവുമില്ല. കാരണം അത്രത്തോളം മനസ്സ് ദുഷിച്ചു പോയി. പക്ഷേ മഹാന്മാരങ്ങനെയല്ല. അവർ അല്ലാഹുവിനെ ഓർത്തുമ്പോൾ, അവർക്ക് ആയത്ത് കേൾക്കുമ്പോൾ, ഹദീസ് കേൾക്കുമ്പോൾ, നരകം കേൾക്കുമ്പോൾ ഒക്കെ അവർ വല്ലാതെ ഭയപ്പെടുകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരയേണ്ട കാര്യമുണ്ടോ? സ്വർഗത്തിലെ അത്യുന്നതമായ ഫിർദൗസുൽ അഅ്ല എന്ന് പറയുന്ന മഹാസദസ്സിലേക്ക്, അത്യുന്നതമായ സ്വർഗത്തിലെത്തുന്ന, അതുപോലെ തന്നെ സ്വർഗത്തിലെ അത്യുന്നതമായ പദവി ലഭിക്കുന്ന ഏക മനുഷ്യനല്ലേ മഹാനായ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചരിത്രം എന്താണ്? അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ എന്നോട് ഒരിക്കൽ പറഞ്ഞു, ഇഖ്റ അലയ്യൽ ഖുർആൻ, എനിക്കൊന്ന് ഖുർആൻ ഓതിത്തരൂ. സഹാബിയോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടു, എനിക്കൊന്ന് ഖുർആൻ ഓതിത്തരൂ. അദ്ദേഹം ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അഖ്റഉ അലൈക്കൽ ഖുർആന വഅലൈക ഉൻസിൽ, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങക്ക് വേണ്ടി ഞാൻ ഖുർആൻ ഓതിത്തരികയോ? ഖുർആൻ മുഴുവൻ അങ്ങേക്കല്ലേ അവതീർണമായത്, പിന്നെ ഇനി അത് ഞാനൊന്ന് ഓതിത്തരാൻ എന്താ ഉള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിനയം. അവിടുന്ന് പറയുന്നു, ഇന്നി ഉഹിബ്ബു അൻ അസ്മഅഹു മിൻ ഗൈരി, ഞാൻ അല്ലാത്തവരിൽ നിന്ന് അതൊന്ന് കേൾക്കണം എന്ന് ഞാൻ കൊതിക്കുന്നു. അതേ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതിക്കൊടുത്തു. സൂറത്തുൻ നിസാ ആണ് തുടങ്ങിയത്. താജിതു ഇലാ ഹാദിഹിൽ ആയ, മഹാനവറുകൾ പറയുന്നു, നിസാ സൂറത്ത് ഓതിയിട്ട് നിസാ സൂറത്തിലെ 40ാമത്തെ ആയത്തായ ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിനാ ബിക അലാ ഹൗലായി ഷഹീദാ. എന്താണ് അതിന്റെ അർത്ഥം? ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ, എല്ലാ ഓരോ സമുദായത്തിൽ നിന്നും അവർക്കുള്ള ഒരു സാക്ഷിയെ ഞാൻ പരലോകത്ത് കൊണ്ടുവരുന്ന ദിവസം, വജിനാ ബിക, അവർക്കെല്ലാവർക്കും കൂടെ അലാ ഹൗലായി ഷഹീദാ, അവർക്കെല്ലാവർക്കും കൂടെ സാക്ഷിയായിട്ട് നിന്നെയും ഞാൻ കൊണ്ടുവരുന്ന ദിവസം എന്ന് നബിതങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ആയത്ത് അല്ലാഹുവിന്റെ റസൂൽ അങ്ങ് കേട്ടപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, ഹസ്ബുക്കൽ ആൻ, ഇപ്പൊ എനിക്ക് അത്ര മതി, എനിക്കിപ്പോ അത്ര മതി. എന്താ നബി ഇങ്ങനെ പറയുന്നത് വിചാരിച്ച് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഓത്ത് നിർത്തിയിട്ട് ഫൽതഫത്തു ഇലൈഹി, ഞാൻ നബി തങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി. അപ്പോൾ ഫഇദാ ഐനാഹു തദ്രിഫാൻ, നബി തങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. എന്തേ? അല്ലാഹുവിന്റെ റസൂലിന് പടച്ച റബ്ബ് എല്ലാവർക്കും സാക്ഷിയായിട്ട് എന്നെ കൊണ്ടുവരുമല്ലോ എന്ന് പറയുന്ന ആ രംഗം ഓർത്തു. നമുക്ക് നമ്മളെ പിടിച്ച് നരകത്തിലിടുന്ന് കേട്ടാലും ഒരു വിഷമം തോന്നൂല. കൽബ് കടുത്തുറച്ചു പോയിരിക്കുകയാണ്. കൽബ് യാതൊരു കുലുക്കമില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഐനിൻ ലാ തദ്മഅ, കണ്ണുനീര് പൊഴിക്കാത്ത ഒരു കണ്ണിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. അതേ, കരയാനാവണം പ്രിയപ്പെട്ടവരെ. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഫൽയദ്ഹകൂ ഖലീലാ വൽയബ്കൂ കസീറാ, കുറച്ചു കുറച്ചു ചിരിച്ചോളൂ, ധാരാളമായി കരഞ്ഞോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ,
അതേ ജനങ്ങളെ ലൗ തഅലമൂന മാ അഅലമു, അല്ലാഹുവിന്റെ റസൂൽ തന്നെ കുറിച്ച് പറയുന്നു, നിങ്ങളെങ്ങാനും അറിഞ്ഞിരുന്നുവെങ്കിൽ മാ അഅലമു, എനിക്കറിയാവുന്നത്, ഞാൻ മനസ്സിലാക്കിയ മുഴുവൻ കാര്യങ്ങളും അല്ലാഹുവിനെ കുറിച്ചും സ്വർഗനരകങ്ങളെ കുറിച്ചും പരലോകത്തെ കുറിച്ചും ഖബറിനെ കുറിച്ചും ഒക്കെ ഞാൻ മനസ്സിലാക്കിയ മുഴുവൻ കാര്യങ്ങളും നിങ്ങളും അറിഞ്ഞിരുന്നുവെങ്കിൽ ലളഹിഖ്തും ഖലീലാ, വളരെ കുറച്ചേ നിങ്ങൾ ചിരിക്കുമായിരുന്നുള്ളൂ, വലബകൈതും കസീറാ, ധാരാളം നിങ്ങൾ കരയുക തന്നെ ചെയ്യുമായിരുന്നു. നമുക്കിന്ന് ചിരിയാണല്ലോ കൂടുതൽ, കരയൽ കുറവാണ്. അത് കരയൽ എന്ന് പറയുന്നത് അള്ളാഹുവിനെ പേടിച്ചിട്ടുള്ള കരച്ചിലാണ്. മഹാന്മാരങ്ങനെയാ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബി വഫാത്തായപ്പോ ആ സഹാബിക്ക് വേണ്ടി മറ്റേ സഹാബിമാര് ഖബർ കുഴിക്കാണ്. ഖബർ കുഴിക്കുമ്പോൾ ആ മഖ്ബറയിൽ ഖബറിന്റെ സമീപത്ത് നബി തങ്ങൾ പോയി നിന്നു. കണ്ടപ്പോഴേക്ക് അല്ലാഹുവിന്റെ റസൂൽ അതാ കരയുകയാണ്. എന്നിട്ട് സ്വഹാബത്തിനോട് പറയുന്നു, അയ്യിഖ്വാനീ, എന്റെ സഹോദരന്മാരെ, ലിമിസിലി ഹാദാ, കണ്ടില്ലേ ഈ കുഴി കണ്ടില്ലേ, ഇതിനു വേണ്ടി ഫഅഇദൂ, ഒരുങ്ങിക്കോ, തയ്യാറായിക്കോ, ഇവിടെ വന്ന് കിടക്കാൻ വേണ്ട ഒരുക്കങ്ങൾ ചെയ്തോ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരയുന്നു. അതേ, അവിടുന്ന് ഉമ്മത്തിന് വേണ്ടി, സ്വന്തത്തിന് വേണ്ടിയല്ല, ഈ ഉമ്മത്തിന് വേണ്ടി അവിടുന്ന് കരഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഖുർആൻ ഓതുകയാണ്. ഖുർആൻ ഓതുമ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന നബിതങ്ങൾ ഓതുന്നു. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അതാ പടച്ചവനെ പുറത്തു കൊടുക്കണേ എന്ന് പറയുന്ന വചനം ഓതുന്നു. ഇത് കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ കരയുകയാണ്. എറിഞ്ഞിട്ട് എന്താ പറയുന്നത്? അല്ലാഹുമ്മ ഉമ്മത്തി, അല്ലാഹുമ്മ ഉമ്മത്തി, എന്റെ സമുദായത്തിന്റെ കാര്യം, എന്റെ ഉമ്മത്തിന്റെ കാര്യം പടച്ചവനെ, എന്റെ ഉമ്മത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരയുന്ന നേരത്ത് അതേ റബ്ബുൽ ആലമീൻ ജിബ്രീലിനെ പറഞ്ഞേക്കുന്നു. എന്തിനാ മുഹമ്മദ് കരയുന്നത്? പടച്ച റബ്ബിനെ അറിയാഞ്ഞിട്ടല്ല, ആ മഹത്വം നമ്മെ അറിയിക്കാനതാ. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, എന്തിനാണ് മുഹമ്മദ് കരയുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഉമ്മത്തി, എന്റെ ഉമ്മത്തിന്റെ കാര്യം, എന്റെ സമുദായം എന്താകും നാളെ പരലോകത്ത്, ഈ സമുദായത്തിന് വേണ്ടി നബി തങ്ങൾ കരയുകയാണ്. ആ നേരത്ത് ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ റബ്ബുൽ ആലമീൻ വഹി അറിയിച്ചു കൊടുക്കുകയാണ്, മുഹമ്മദിനോട് സന്തോഷ വാർത്ത അറിയിച്ചോളൂ. ഇന്നാ സനുർദീക ഫീ ഉമ്മതിക വലാ നസൂക, നബിയേ, അങ്ങയുടെ ഉമ്മത്തിന്റെ കാര്യത്തിൽ അങ്ങേക്ക് തൃപ്തിയാകുവോളം നമ്മൾ നൽകും. വലാ നസൂക, അങ്ങേ നാം ദുഃഖിപ്പിക്കൂല. കണ്ടോ, ഈ ഉമ്മത്തിനെ ഓർത്ത് കരഞ്ഞു, ഉമ്മത്തിന് വേണ്ടി കരഞ്ഞു, സമുദായത്തിന് വേണ്ടി കരഞ്ഞു. എത്രയാണ് ആ മനസ്സിന്റെ വിശാലത, എത്രയാണ് ആ മനസ്സിന്റെ വാത്സല്യം, എത്രയാണ് ഈ സമുദായത്തോടുള്ള താല്പര്യം. അതാണ്. അതെ, മഹാന്മാർ അങ്ങനെയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഹാബിമാര്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവൊക്കെ സ്കാരത്തിന് ഒന്നാമത്തെ സഫിൽ ഉണ്ടാകും. ബാക്കിലുള്ള ഒരു ചീനച്ചട്ടിയിൽ നിന്ന് എണ്ണ തിളക്കും പോലത്തെ ഒരു ഏങ്ങലടി ശബ്ദം കേട്ടിരുന്നു എന്നാണ് ബാക്കിൽ നബിതങ്ങൾ ഓതുമ്പോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്, മകള് നമ്മുടെ ഉമ്മ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ, നമ്മുടെ ഉമ്മ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നബിതങ്ങള് രോഗിയായി കിടക്കുമ്പോ സിദ്ദീഖുൽ അക്ബറിനോട് ഇമാമത്ത് നിൽക്കാൻ പറയൂ, ബാപ്പനോട് ഇമാമ് നിൽക്കാൻ പറയൂ എന്ന് ആര് പറയുന്നുണ്ട്? അല്ലാഹുവിന്റെ റസൂൽ അവശനായി കിടക്കുമ്പോ പറയുമ്പോ മോളെന്താ കാരണം പറയും, ബാപ്പാക്ക് കഴിയും തോന്നണില്ല. കാരണം ബാപ്പ നിസ്കരിക്കാൻ എന്നാൽ അസീസുൻ കഅസീസിൽ മിർജലി, എണ്ണ ഒഴിച്ച് ചൂടാക്കുന്ന ചീനച്ചട്ടിയിൽ നിന്ന് തീയങ്ങ് ചെന്നാൽ തിളക്കുന്ന കളകള രൂപത്തിലുള്ള ഒരു പ്രത്യേകമായ ഏങ്ങലടി ശബ്ദം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തിൽ നിന്ന് കേൾക്കാറുണ്ട്. ബാപ്പക്ക് താങ്ങാൻ കഴിയുന്ന തോന്നണില്ല, നിങ്ങൾ നിൽക്കുന്ന മിമ്പറിന്റെ അപ്പാക്ക് നിൽക്കാൻ കഴിയുന്ന എനിക്ക് തോന്നണില്ല എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു. ഇവരൊക്കെ പോയ സ്വർഗത്തിൽക്കാണ് നമുക്ക് പോകേണ്ടത്. ആലോചിക്കണം സഹോദരന്മാരെ, കരയാൻ കുറെ സമയം കാണണം. എന്തിനു കരയാൻ? കുടുംബത്തെ ഓർത്തല്ല, എന്റെ ദാരിദ്ര്യം തീർന്നില്ലല്ലോ എന്ന് ഓർത്തിട്ടല്ല, ഖബർ കിടക്കണല്ലോ, മരിച്ചു പോണല്ലോ, പരലോകത്തെത്തണല്ലോ എന്നൊക്കെ ഓർത്തുകൊണ്ട് കരയാൻ സമയം കണ്ടെത്തണം. അത് കൂട്ടത്തിൽ കേൾക്കുമ്പോഴും കരയാം.
ഈമാനോടുകൂടെ ആവണമെന്നേ വേറൊരാളെ കാണിക്കാനുള്ളത് വരും, സ്വാഭാവികമാണ്, കൂട്ടത്തിലും ആവാ. പക്ഷെ സ്വകാര്യതക്കാണ് എല്ലാം കൊണ്ടും പുണ്യമുള്ളത്. സ്വകാര്യമാവുമ്പോൾ ഒരാൾ അറിയുന്നില്ല, ആരും കേൾക്കുന്നില്ല, ഖാലിയൻ ഒറ്റക്കാണ്. ഒരാൾക്ക് വേണ്ടിയുള്ള കരച്ചിലല്ല, കൂടിക്കരച്ചിലല്ല, ഒരാൾക്ക് വേണ്ടിയല്ല, അതേ റബ്ബിനെ മാത്രം ഓർത്തുകൊണ്ടാണ്. അതങ്ങനെയാണ് മുൻഗാമികളൊക്കെ കരഞ്ഞു. ആ നിലക്ക് പടച്ച റബ്ബിനെ കുറിച്ച് ഓർമ്മ വരുമ്പോൾ എവിടെ വന്നാലും കണ്ണുനീര്, എവിടെ വെച്ചാണെങ്കിലും കണ്ണുനീര് വരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഖബർ കണ്ടാൽ മഹാനവറുകൾക്ക് നിയന്ത്രണം വിട്ടുപോകും. ഖബർ കാണുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എപ്പോഴും അങ്ങനെയാണ്. ഒരിക്കൽ മഹാനവറുകളോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഖബർ കാണുമ്പോൾ സഹനീയമായൊരവസ്ഥ എന്താണ്? അപ്പോൾ മഹാനവറുകൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ കേട്ടത്? ഇന്നൽ ഖബ്റ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ആഖിറത്തിലേക്കുള്ള യാത്രാമധ്യേ ഇറങ്ങിക്കിടക്കാനുള്ള ഒന്നാമത്തെ വീടാണ് ഖബർ. ആഖിറത്തിലേക്കുള്ള യാത്രാമധ്യേ ഇറങ്ങിക്കിടക്കാനുള്ള ഒന്നാമത്തെ വീടാണ് ഖബർ. അവിടെ അതിൽ നിന്ന് രക്ഷപ്പെട്ട പിന്നെ പിന്നെയൊക്കെ നിസ്സാരമാണ്. ഈ ജീവിതത്തിൽ രക്ഷപ്പെട്ട് ഖബറിലെ ജീവിതത്തിൽ രക്ഷപ്പെട്ടാൽ പിന്നെയൊക്കെ എളുപ്പമാണ്. ഇല്ലം യൻജുമിൻഹു, അതേ അവസരത്തിൽ നേരെ മറിച്ചാണെങ്കിലോ ആ ഖബറിലെങ്ങാനും ശിക്ഷിക്കപ്പെട്ടാൽ, അവിടെ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ ഫമാ ബഅദഹു അശദ്ദു മിൻഹു, ശേഷമുള്ളത് സഹിക്കാനാവില്ലല്ലോ. അപ്പൊ എന്തിനും മാനദണ്ഡം ഈ ഖബറാണല്ലോ. അതോർത്തുകൊണ്ടാ ഞാൻ കരയുന്നതെന്ന് മഹാനവറുകൾ പറയാറുണ്ട്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹു ഓരോരുത്തരും ഓരോ സന്ദർഭത്തിലാണ് അവർക്ക് പരലോകത്തെക്കുറിച്ചും കരയാൻ കഴിയുന്നത്. നിങ്ങൾ നോക്കൂ, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹു നോമ്പ് തുറക്കാനുള്ള നല്ല ഫുഡ് മുമ്പിൽ എത്തിയതാ, നല്ല ഭക്ഷണം മുമ്പിൽ എത്തിയപ്പോ അദ്ദേഹം കരയാണ്. എന്താ കരയുന്നത്? എന്റെ കൂട്ടുകാരൻ മിസ്സബ് വലിയ പണക്കാരനായിരുന്നു. മിസ്സബ് ഇസ്ലാമിലേക്ക് വരുമ്പോൾ വലിയ പണക്കാരനായിരുന്നു. ഒന്നുമില്ലാതില്ലേ വഫാത്തായി പോയത്. തലമറച്ചാ കാല് മറയൂല, കാല് മറച്ചാ തല മറയൂല. കഫംപുടവടെ അത്ര പോലും കഫംപുടവ് പോലും ഇല്ലാതെ ദരിദ്രനായിട്ട് സ്വർഗത്തിലേക്ക് പോയില്ലേ. ഞാനൊക്കെ ഇപ്പൊ എന്താ, ഞാൻ എത്ര സുഖാനുഭവിക്കണേ, എത്ര നല്ല ഫുഡാ ഞാൻ കഴിക്കണത് എന്നാണ് ഓർക്ക് ഓർമ്മ വരുന്നത്. അങ്ങനെ ആ സന്ദർഭത്തിലാണ് ഓർമ്മ വരുന്നത്. മഹാന്മാരായ പലരും അങ്ങനെയാണ്. ഒരു മഹാനായ പണ്ഡിതനെ കുറിച്ചുള്ള ചരിത്രത്തിൽ നമുക്ക് കാണാം. അദ്ദേഹത്തിന്റെ അടുക്കൽ നോമ്പ് തുറക്കുന്ന നേരത്ത് ഇതുപോലെ അദ്ദേഹത്തിന്റെ അടുക്കൽ ഹസൻ ബസരി റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ നല്ല ചൂടുകാലത്ത് ഉഷ്ണകാലത്ത് ദാഹിച്ച് വലഞ്ഞ നേരത്ത് നോമ്പ് തുറക്കാൻ ഇങ്ങനെ വെള്ളത്തിന് ഇങ്ങനെ ആർത്തി പൂണ്ട് നിൽക്കുകയാണ്. ആ നേരത്ത് നോമ്പ് തുറക്കാനുള്ള തണുത്ത വെള്ളം അവരുടെ കയ്യിലെത്തിയപ്പോ അദ്ദേഹം ആ തണുത്ത വെള്ളം വായിലേക്ക് ഇങ്ങനെ ഒഴിക്കുന്ന നേരത്ത് ശക്തമായി കരയാണ്. ചോദിച്ചു, അദ്ദേഹത്തിന്റെ കരച്ചിലിന്റെ കാരണം എന്താ? നരകവാസികളുടെ കരച്ചിൽ ഞാൻ ഓർത്തുപോയി. അന്നഫീദു അലൈനാ മിനൽ മാഇ ഔ മിമ്മാ റസഖകുമുല്ലാഹ്. നരകത്തിയിൽ വെന്തരിയുന്ന തെമ്മാടികളതാ സ്വർഗക്കാര് ശീതളപാനീയം കുടിക്കുന്നത് കാണുമ്പോൾ, സ്വർഗക്കാര് മുന്തിയ ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോൾ, നരകത്തിൽ വെന്തുരുകി ദാഹിച്ചവശയായി നാക്ക് നീട്ടിക്കൊണ്ട് നരകക്കാര് സ്വർഗക്കാരോട് പറയുന്ന ഒരു വാചകമുണ്ട്, അന്നഫീദു അലൈനാ, ഞങ്ങളിലേക്ക് ഇത്തിരി ഒഴിച്ചു തായോ, ഇത്തിരി വറ്റിച്ചു തായോ, മിനൽ മാ, ഒരിത്തിരി വെള്ളം തരുമോ, ഔ മിമ്മാ റസഖകുമുല്ലാഹ്, അല്ലെങ്കിൽ അല്ലാഹ് നിങ്ങൾക്ക് നൽകിയ ഭക്ഷണത്തിൽ നിന്നൊരൽപ്പം തരുമോ എന്ന് നാക്ക് നീട്ടി ദാഹാർത്തരായിക്കൊണ്ട് നരകവാസികൾ കെഞ്ചുമെന്ന് ഖുർആൻ പറഞ്ഞത് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർക്കുന്നു. അത് സഹിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് ഹസൻ ബസരി ഇമാം രേഖപ്പെടുത്തുന്നു. നമ്മൾ മനസ്സിലാക്കണം, അതാണ് മഹാന്മാരുടെ അവസ്ഥ. എങ്ങനെയാണ് അവരുടെ ആ ഒരവസ്ഥ? പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കണം എന്നാണ്. മഹാന്മാരുടെ ഒക്കെ എത്രയോ ചരിത്രങ്ങളിൽ കാണാം. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കൽ വെച്ച് മസ്റൂഖ് റഹിമഹുല്ലാഹ് ഒരു ആയത്തോതുകയാണ്. എന്താ ആയത്തോതുന്നത്? ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ് സമൂം.
വിഷലിപ്തമായ ശിക്ഷ, രോമകൂപങ്ങളിൽ പോലും തുളച്ചു കയറുന്ന ശിക്ഷയിൽ നിന്ന് അല്ല ഞങ്ങളെ കാത്തുരക്ഷിച്ചു, അവൻ ഞങ്ങൾക്ക് അനുഗ്രഹം ചെയ്തു എന്ന് സ്വർഗക്കാര് സ്വർഗത്തിൽ വെച്ച് പറയുന്ന രംഗം ഇങ്ങനെ ആയത്ത് കേട്ടപ്പോൾ മഹദിയായ നമ്മുടെ ഉമ്മ ഫബക്കത്ത് അവർ കരയുന്നു. വഖാലത്ത് അവർ കരഞ്ഞുകൊണ്ട് ആ ആയത്ത് കേട്ടപ്പോൾ അവിടെ വെച്ച് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ മുന്നി അലയ്യ വഖിനി അദാബസ് സമൂം ഇന്നക അൻതൽ ബർറുർ റഹീം. റബ്ബേ നീ എന്നോട് കരുണ ചെയ്യണേ, നീ എനിക്ക് നിഅമത്തുകൾ തരണേ റബ്ബേ, നീ എന്നെ അനുഗ്രഹിക്കണേ റബ്ബേ, ആ നരക ശിക്ഷയിൽ നിന്ന് നീ എന്നെ കാത്തുകൊള്ളണമേ. ആയിഷ റളിയല്ലാഹു അൻഹാ, അതെ, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കരയുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും അങ്ങനെയായിരുന്നു മഹാന്മാര്. വിശുദ്ധ ഖുർആനിലെ ചില ആയത്തൊക്കെ കേൾക്കുമ്പോ അതിങ്ങനെ ആവർത്തിച്ച് അതന്നെ ഉരുവിട്ട് കരയുക, അതന്നെ ഉരുവിട്ട് കരയുക. പല സ്വഹാബന്മാരും അങ്ങനെയായിരുന്നു, അത് തന്നെ ഉരുവിട്ട് കരയും, ഓതിയതന്നെ ഓതും. എന്താ, അവരുടെ മനസ്സതിൽ നിന്ന് നീങ്ങുന്നില്ല. അത്രത്തോളം മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമ, അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് കാണാം, അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. സത്യവിശ്വാസികൾക്ക് ഇനിയും നേരമായില്ലേ? ഖുർആന്റെ ചോദ്യമാണ്. എന്താ ചോദ്യം? മുഅ്മിനുകൾക്ക് നേരമായിട്ടില്ലേ ഇനിയും? അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാഹി, അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ട് ഹൃദയങ്ങളൊക്കെ ഒന്ന് പേടിച്ചരളാൻ, ഒന്ന് പേടിച്ച് നടുങ്ങാൻ ഇനിയും നേരമായില്ലേ എന്നായത്ത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഓതിയാൽ ബക്കാ, മഹാനവറുകൾ ഇങ്ങനെ കരയും. ഹത്താ യഗ്ലിബഹുൽ ബുക്കാ, കരച്ചിൽ നിയന്ത്രിക്കാനാവാതെ പൊട്ടി പൊട്ടി കരയാറുണ്ട്. എന്തേ അവരെയൊക്കെ സ്വാധീനിച്ചത്? അവരുടെയൊക്കെ മനസ്സുകളിൽ വല്ലാതെ അത് വന്നുപോയി. എന്നാൽ പലപ്പോഴും മഹാന്മാർ എന്തു ചെയ്യും? കൂട്ടത്തിൽ വെച്ച് പലപ്പോഴും കരച്ചിൽ വരികയാണെങ്കിൽ ചില മഹാന്മാരുടെ ചരിത്രത്തിൽ കാണാം, ആളുകൾക്കിടയിൽ ഞാൻ അള്ളാനെ ഓർത്ത് കരയുന്ന ഒരാളാണെന്ന് ഒരാൾക്ക് തോന്നരുതേന്ന് വിചാരിച്ചിട്ട് പലപ്പോഴും പല അടവുകൾ പോലും പ്രയോഗിക്കാറുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കണം. അവരുടെയൊക്കെ ഇഖ്ലാസിന്റെ കടുപ്പം അത്രത്തോളം. ഒരാൾ കരയുന്നുണ്ട് എന്ന് വേറൊരാൾ അറിയരുതേ, കരയിച്ച് വന്നാൽ തന്നെ അടുത്തിരിക്കുന്ന ആൾ അറിയരുത് ഞാൻ കരയുന്നുണ്ട്. അത് അറിയാതിരിക്കാൻ വേണ്ടി എന്താ അവർ ചെയ്തിരുന്നു പറയുന്നുണ്ടോ? കണ്ണിൽ നിന്ന് കണ്ണുനീര് പൊടിഞ്ഞാൽ പല മഹാന്മാരും ആരും കാണാതെ കണ്ണുനീര് തുടക്കും. തുടച്ചിട്ട് വയക്കൂൽ, അഥവാ ആരെങ്കിലും അടുത്തുനിന്ന് ശ്രദ്ധിച്ചു എന്ന് കണ്ടാ പറയും, എന്താ ജലദോഷം, ഭയങ്കര ജലദോഷം, എന്താ ജലദോഷം. എന്തേ? അള്ളാനെ പേടിച്ചിട്ട് കരയാണ് എന്ന് ഒരാൾക്ക് തോന്നരുത്. അത്ര പോലും ഒരാളെ കാണിക്കുന്ന ഒരു കരച്ചിലായി പോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് അങ്ങനെ പരസ്യമായി കരയേണ്ടി വന്ന സന്ദർഭത്തിൽ പോലും മഹാന്മാര് പലപ്പോഴും എന്തൊരു ജലദോഷം എന്നൊക്കെ പറഞ്ഞ് മുക്കി ചീറ്റിയിട്ടത് വേറെ കരച്ചിലായിരുന്നു. അതാണ് പോയി അങ്ങനെയൊന്നും ഒരാൾക്ക് തോന്നണ്ട എന്ന നിലക്ക് അത്രയും സീക്രറ്റ് ആക്കാൻ അവർ ശ്രമിച്ചിരുന്നു. ഒറ്റക്കിരിക്കുമ്പോ ആ പ്രശ്നമൊന്നുമില്ലല്ലോ, ആരും കാണാനില്ലല്ലോ. എന്താ ഇങ്ങനെ ഒറ്റക്കിരുന്നു കൊണ്ട് കരയുമ്പോ എന്താ, എങ്ങനെയാണത് വരിക? ഒറ്റക്കിരിക്കന്നെ, ഒഴിഞ്ഞിരുന്നിട്ട് ദുആയുടെ സന്ദർഭത്തിൽ നമുക്ക് പടച്ച റബ്ബിനോട് പറയുമ്പോ കണ്ണുനീര് വരുന്നില്ലെങ്കിൽ പ്രിയമുള്ളവരെ എവിടെയോ പ്രശ്നമുണ്ട്. വലിയ ചികിത്സ നമുക്ക് ആവശ്യമുണ്ട് എന്ന് ഉറപ്പാണ്. എന്തേ? എന്റെ റബ്ബിന്റെ നാമത്തെ ഓർത്തോളൂ, അവനിലേക്ക് അതാ നന്നായി അധ്വാനിച്ചോളൂ, നന്നായി കീഴൊതുക്കം കാണിച്ചോളൂ. ഒറ്റക്കിരുന്നു കൊണ്ട് നമ്മൾ ഇങ്ങനെ പറയുമ്പോ നമ്മെ കുറിച്ച് തന്നെ നമുക്കൊരു വിചാരണ വരികയാണ്. താൻ ചെയ്തു തീർക്കാത്ത സൽക്കർമ്മങ്ങളെ കുറിച്ചുള്ള ഓർമ്മ വരും. തനിക്ക് തന്റെ ജീവിതത്തിൽ പങ്കെടുക്കാൻ പോകാതെ പോയ സൽക്കർമ്മങ്ങളെ കുറിച്ച് ഓർമ്മ വരും. അള്ളാനെ ഓർക്കാതെ എത്ര ദിവസങ്ങൾ, മാസങ്ങൾ, കൊല്ലങ്ങൾ കഴിഞ്ഞുപോയി എന്ന ചിന്ത വരും. തന്നോട് തന്നെ ചോദിക്കുന്നത് പോലെ തോന്നില്ലേ? തന്നോട് തന്നെ, തന്റെ അവയവങ്ങളോട് തന്നെ ചോദിക്കുന്നത് പോലെ, കണ്ണേ നീ എത്ര തിന്മയിൽ പങ്കെടുത്തു എന്ന് സ്വന്തത്തോട് ചോദിക്കുന്നത് പോലെ, നീ എത്ര ഹറാമ് കണ്ടു, എത്ര ഹറാമ് നീ കേട്ടു. സ്വന്തം അവയവങ്ങളോട് പോലും ഒരു വിചാരണ നടത്തുന്ന രൂപത്തിൽ എത്രയെത്ര തിന്മകളിലാ നീ പങ്കെടുത്തത്, എത്ര രൂപത്തിലുള്ള നന്മകളാ നീ മുടക്കിയത്, എത്ര ചാൻസുകളാ നീ നഷ്ടപ്പെടുത്തിയത്, എത്ര തൗബയുടെ അവസരങ്ങളാ നീ കളഞ്ഞു കുളിച്ചത്, എത്ര പാപമോചനത്തിനുള്ള പ്രാർത്ഥനകളെയാണ് നീ നഷ്ടപ്പെടുത്തിയത് എന്നിങ്ങനെ സ്വന്തത്തോട് ചോദിക്കാൻ ഒരു നേരം കണ്ടെത്തണം.
നമ്മുടെ ജീവിതത്തിൽ ഒരു അല്പനേരമെങ്കിലും ഞാനും നിങ്ങളുമൊക്കെ അതിന് സമയം കണ്ടെത്തണം. അത് അവനവന്റെ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഒറ്റക്കാവാം, സ്വന്തം റൂമിൽ വാതിലടച്ചുകൊണ്ട് ഒറ്റക്കാവാം, അതേ ഉറങ്ങാൻ കിടക്കുന്ന നേരത്ത് ആരും അറിയില്ലല്ലോ, ഒറ്റക്കാകാം, ഇരുട്ടിന്റെ സന്ദർഭത്തിലാവാം. ആ സന്ദർഭത്തിലൊക്കെ തന്നോട് ചോദിക്കണം, എന്തൊക്കെയാണ് ഞാൻ ചെയ്തത്? കാരണം ഈ ശരീരത്തിലെ അവയവങ്ങൾ തന്നെയാണ് നാളെ മഹ്ശറിൽ നമുക്കെതിരെ തിരിയാൻ പോകുന്നത്. ഖുർആൻ പറഞ്ഞല്ലോ, ഹത്താ ഇദാ മാ ജാഊഹാ ശഹിദ അലൈഹിം സമ്മുഹും വഅബ്സാറുഹും വജുലൂദുഹും ബിമാ കാനൂ യഅമലൂൻ. മഹ്ശറിലെത്തുമ്പോൾ അതാ നമുക്കെതിരെ, മനുഷ്യനെതിരെ അള്ളാന്റെ കോടതിയിൽ കേസ് കൊടുക്കുന്നത് ആരൊക്കെയാണ്? സമ്ഉഹും മനുഷ്യന്റെ കാതുകൾ, വഅബ്സാറുഹും മനുഷ്യന്റെ കണ്ണുകൾ, വജുലൂദുഹും മനുഷ്യ ശരീരത്തിലാകെ പടർന്ന് പരന്ന് കിടക്കുന്ന അവന്റെ തൊലികളും. ഇത് മൂന്നും സാക്ഷി പറയും. എന്തിനെ കുറിച്ച്? ബിമാ കാനൂ യഅമലൂൻ, നമ്മൾ ചെയ്തിരുന്ന കാര്യങ്ങൾ, നമ്മൾ ചെയ്തിരുന്നതിനെ പറ്റി കണ്ണും കാതും തൊലിയൊക്കെ പടച്ചോനോട് ഇങ്ങനെ അവിടെ കേസ് കൊടുക്കും. വഖാലു, അന്നീ തമ്മാടികൾ ചോദിക്കും, ലിജുലൂദിഹിം, അവരുടെ തൊലികളോട്, ലിമ ശഹിദ്തും അലൈനാ, നിങ്ങൾ എന്തിനാ ഞങ്ങൾക്കെതിരെ സാക്ഷി പറഞ്ഞത്? നിങ്ങളെ പോറ്റാനല്ലേ ഞങ്ങൾ ഇതൊക്കെ ചെയ്തത് എന്ന് അവരോട് ചോദിക്കുമ്പോൾ തൊലി അവിടെ വെച്ച് സംസാരിക്കും. അന്തഖനല്ലാഹുല്ലദീ അന്തഖ കുല്ല ശൈഇൻ, എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിക്കുന്ന അല്ലാഹ് ഇന്ന് ഞങ്ങളെയും സംസാരിപ്പിച്ചിരിക്കുന്നു. ഇതൊക്കെ ഓർത്തിട്ട് കരയണം എന്നാ നമ്മൾ പറയുന്നത്. ഒറ്റക്കിരുന്ന് ഇതൊക്കെ ഓർക്കണം. എന്റെ കയ്യുമ്മൽ നോക്കിയിട്ട് ഈ കൈ എനിക്കെതിരെ പറയേ, ഈ കണ്ണ് എനിക്കെതിരെ പറയേ, ഈ ശരീരം എനിക്കെതിരെ പറയേ. ഇങ്ങനെ ഒറ്റക്കിരുന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോ സ്വർഗം ഓർമ്മ വരും, നരകം ഓർമ്മ വരും. ഖബറിൽ ഇങ്ങനെ കിടക്കണത്. ഇപ്പൊ പരി കിടക്കുമ്പോ ആരൊക്കെ ഉണ്ട്? ആരും ഇല്ലാതെ ഒറ്റക്ക് ഞാനൊന്ന് കിടക്കണ്ട. അങ്ങനെ ഓർത്തിട്ടാണ് കരയുക. അങ്ങനെ ഓർത്ത് കരയുക. പടച്ച റബ്ബിനെ കുറിച്ച്, അവന്റെ ശിക്ഷയെ കുറിച്ച്, അവന്റെ രക്ഷയെ കുറിച്ച്, താൻ ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച്, വീഴ്ച വരുത്തിയ നന്മകളെ കുറിച്ച്, ചെയ്യാതെ പോയ സൽക്കർമ്മങ്ങളെ കുറിച്ച് ഒക്കെ ഓർക്കാൻ സമയം ദിവസവും കണ്ടെത്തണം. രണ്ടാമത്തെ മാർഗം എന്താണ്? നല്ല നല്ല ഉത്ബോധനങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഉത്ബോധനങ്ങൾ ശ്രദ്ധിച്ച് കൂട്ടത്തിലുമാകാം. ഇന്ന് സ്വകാര്യമായി സിഡിയിൽ വെച്ച് അതേ ഒറ്റക്കിരുന്നു കൊണ്ടും കേൾക്കാമല്ലോ, രഹസ്യമായും പരസ്യമായും ഒക്കെ നമുക്ക് കേൾക്കാമല്ലോ. അല്ലാഹുവിന്റെ റസൂൽ വഅലനാ, സ്വഹാബത്ത് പറയുന്നു, വഅലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളോടൊരിക്കൽ മൗഇലത്തൻ, ഒരു ഉപദേശം അങ്ങ് ഉപദേശിച്ചു, ഒരു വഅലങ്ങ് പറഞ്ഞു. സാലത്ത് മിൻഹൽ ഉയൂൻ, ആ വഅല് കേട്ട് കരയാത്ത കണ്ണുനീർ ഉണ്ടായിരുന്നില്ല, കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകി. വവജിലത്ത് മിൻഹൽ ഖുലൂബ്, ഹൃദയങ്ങളൊക്കെയും അത് കാരണത്താൽ പേടിച്ച് നടുങ്ങിപ്പോയി. അതാണ് നല്ല സദസ്സുകൾ, നല്ല ഉത്ബോധന വേദികൾ മനുഷ്യനിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ. സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനു വേണ്ട പ്രോത്സാഹനം നൽകി. ഈ രൂപത്തിലൊക്കെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഏറെയും പ്രത്യേകമായി അവന്റെ മനസ്സിൽ അവൻ ഓർത്ത് എല്ലാ രംഗത്തും തന്റെ ജീവിതത്തിന്റെ ഇന്നലകളെ കുറിച്ച് ഓർക്കുമ്പോൾ അവന്റെ മനസ്സിൽ ഇങ്ങനെ എന്ത് വരണം? പടച്ച റബ്ബേ, ഒരുപാട് പോരായ്മകൾ വന്നല്ലോ. അങ്ങനെ കരയല്ലൊരു ഇബാദത്താണ്. അങ്ങനെ കരയാൻ കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു സൗഭാഗ്യമാണ്. ദുആ ചെയ്യുമ്പോൾ ഒറ്റയ്ക്കിരിക്കുമ്പോ കരയ, ആരും കാണണ്ട. ഞാൻ കൂട്ടത്തിൽ കരച്ചിൽ വന്നാലും നമ്മൾ ഒരാൾക്ക് വേണ്ടിയാണ്. നമ്മളെ നിയ്യത്ത് അല്ലാഹുവിന് അറിയാലോ, അള്ളാഹുവിന് അറിയാമല്ലോ എന്താണ് ഇതിന്റെ ഏതാണ് നിമിത്തമായത്. അപ്പൊ അത് സ്വാഭാവികമായിട്ടുമുള്ള ഒന്നാണ്. അതേ അവസരത്തിൽ ഒറ്റയ്ക്ക് എല്ലാവരും സമയം കണ്ടെത്തണം എന്നാണ്. ഒഴിഞ്ഞിരുന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ എല്ലാ രൂപത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും വിട്ടൊഴിഞ്ഞു ഒന്നും ആവൂല എന്ന് പറഞ്ഞാൽ കാട് കയറണം എന്നല്ല. അവനവന്റെ ജീവിതത്തിലെ എല്ലാ ശുഗലുകൾക്കും ഇടയിൽ കുറച്ചു നേരം ഒരു സമയം കണ്ടെത്തുക. എന്തിന്? ഒഴിഞ്ഞിരിക്കാൻ. അത് എവിടെ ഇരിക്കാൻ? പള്ളിയിലും ആവാ, എവിടെയാ, ആരും ശ്രദ്ധിക്കാത്തൊരിടത്ത് ഒഴിഞ്ഞിരുന്ന് ഖുർആൻ ഓതുമ്പോ ഖുർആനിലെ ആയത്തുകൾ ഇങ്ങനെ വരുമ്പോ, പടച്ചോനെ, ആ പ്രയാസങ്ങൾ വരുമ്പോൾ സ്വർഗത്തെക്കുറിച്ച്, സ്വർഗം തരണേ, നരകത്തെക്കുറിച്ച് നോക്കുമ്പോൾ അതിന് രക്ഷപ്പെടുത്തണേ, ഖബറിനെ കുറിച്ച് എല്ലാം ആ നിലക്ക് ഇങ്ങനെ ചിന്തിക്കുക. എന്തെല്ലാം കാര്യത്തിന് വേണ്ടി നമ്മൾ കരയുന്നു, ആ കരച്ചിലൊക്കെ മാറ്റി വെച്ചിട്ട് അള്ളാഹ്ക്ക് വേണ്ടിയുള്ള ഒരു കരച്ചിൽ.
റജുലുൻ സക്കറല്ലാഹ, അള്ളാനെ ഓർത്തിട്ട് ഒറ്റയ്ക്കിരുന്ന് ഓർത്തിട്ട് ആ ശിക്ഷ ഓർത്ത് ഖബറിൽ കിടക്കണമല്ലോ, നരകത്ത് പോകുമല്ലോ, എന്താ എനിക്ക് ആരാ ഉണ്ടാവുക എന്നൊക്കെ ഓർത്ത്. ഇന്നിപ്പോ നമ്മൾ ആലോചിക്കണത് ആരാപ്പം എനിക്കുള്ളത്, ആരാ എന്നെ നോക്കാനുള്ളത്, എൻ്റെ പര ശരിയായില്ലല്ലോ, എൻ്റെ മറ്റുള്ളത് ശരിയായില്ലല്ലോ, എൻ്റെ ദാരിദ്ര്യം തീർന്നില്ലല്ലോ, എൻ്റെ കടബാധ്യത തീർന്നില്ലല്ലോ, ഇതൊക്കെ ഓർത്ത് നമ്മൾ വല്ലാതെ സങ്കടപ്പെടുകയാണ്. പക്ഷെ ഇതിലൊക്കെ അപ്പുറം അതൊക്കെ മനുഷ്യൻ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലല്ലേ ആ കരയിലിനൊക്കെ അർത്ഥമുള്ളൂ. ഇന്നാണ് മരിച്ചു കഴിഞ്ഞാൽ, ഈ സെക്കൻഡിലാണ് മരിച്ചു കഴിഞ്ഞാൽ, തൊട്ടടുത്ത സെക്കൻഡ് മുതൽ അയാൾ മയ്യത്തായി, അയാൾ അങ്ങോട്ട് വേറെ ലോകത്തേക്ക് നീങ്ങാണ്. അവിടേക്ക് വേണ്ടി എന്താ എന്റെ കയ്യിലുള്ളത്? നബിതങ്ങൾ ഖബറിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞില്ലേ, യാ ഇഖ്വാനി, എന്റെ സഹോദരങ്ങളെ, ഇതിനു വേണ്ടി ഒരുങ്ങിക്കോ, ഇതിനു വേണ്ടി ഒരുക്കിക്കോ എന്ന്. ആ രൂപത്തിലുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ധാരാളമായിട്ട് കൊണ്ടുവരുമ്പോൾ അതിനു വേണ്ടി സമയം എല്ലാ ദിവസവും നമ്മൾ കുറഞ്ഞ നേരാണെങ്കിലും കുറച്ചു നേരം ഒറ്റയ്ക്കിരുന്ന് ആരും കാണാതെ റബ്ബിനെ ഓർത്ത് കരയാനുള്ളൊരു സൗഭാഗ്യം ഉണ്ടായി കഴിഞ്ഞാൽ അത് വലിയൊരു ഫളലാണ്, അത് വലിയൊരു ഫളലാണ്. അല്ലാഹു നമ്മുടെ വലിയ ഒരു നരകാഗ്നിയിൽ നിന്ന് നമുക്കൊരു രക്ഷയായിട്ട് ആ കണ്ണുനീരുകളും മാറും. അതുകൊണ്ട് ഈ 7ാമത്തെ വിഭാഗത്തെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയതിലൂടെ ഇഖ്ലാസ് അവിടെയും മുഴച്ചു നിൽക്കുകയാണ്. ആ ഇഖ്ലാസ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നിലനിർത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ തണലിന് യോഗ്യരാകുന്ന മഹാന്മാരിൽ മഹദികളിൽ ഉൾപ്പെടാൻ നമ്മളെല്ലാവരും അധ്വാനിക്കുക, പരിശ്രമിക്കുക. അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഓർത്തുകൊണ്ട് കരയാനുള്ള ഒരു ഈമാനികമായ ബോധം നമുക്കെല്ലാം, ഈമാനികമായ ഒരു പ്രത്യേകമായ ഔന്നത്യം, ഒരു പ്രത്യേകമായ സ്ഥാനം അല്ലാഹു നമുക്കെല്ലാം നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പാപങ്ങളും അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രതിസന്ധികളിലും നാഥൻ നമുക്ക് തുണയാകുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന നിമിഷം ഏറ്റവും സന്തോഷമുള്ള നിമിഷമാക്കി അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.